എന്നാൽ നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒരു ഗ്രാഫിക്കൽ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു പാലമാണ്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിലേക്കൊന്ന് പോകാം. ചൂരൽമലയിലേക്കുള്ള മേപ്പാടി ചൂരൽമല റോഡാണ് ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫിക്കൽ സംവിധാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മേപ്പാടി ചൂരൽമല റോഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിലെ ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട ഏറെ പ്രാധാന്യമുള്ള റോഡാണ്. വിനോദസഞ്ചാരികൾ ഒരുപാട് ആശ്രയിക്കുന്ന, വയനാട്ടിലേക്ക് എത്തുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഈ പ്രദേശങ്ങളിലേക്ക് എത്താൻ സഹായകരമായ റോഡാണ്. ഇവിടെയാണ് മീനാക്ഷി ബ്രിഡ്ജ്. ഇവിടെ ഈ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള മീനാക്ഷി ബ്രിഡ്ജിലാണ് ഈ അപകടത്തിന്റെ കേന്ദ്രം. ഇവിടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ മല പോലെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ മണ്ണ് പൂർണ്ണമായും വീണ് ഈ മീനാക്ഷി ബ്രിഡ്ജ് പൂർണ്ണമായും ഏതാണ്ട് മൂടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോഴും ഈ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി വെള്ളം ഉണ്ടായത് ഈ പുന്നപ്പുഴയിലൂടെ കുതിച്ചു വന്ന വെള്ളമാണ്. മിക്കവാറും ഈ പുന്നൽപ്പുഴ മഴ ശക്തമാകുമ്പോൾ വളരെ കൃത്യമായ ഒഴുക്കുള്ള ജലം നന്നായി ഉയരുന്ന ഒരു പുഴ കൂടിയാണ് ഇതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മേപ്പാടി ടൗണിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്ററാണ് ഈ പ്രദേശത്തേക്കുള്ള ഒരു ദൂരം. മീനാക്ഷി പാലത്തിന് സമീപം ഈ കല്ലാടി ചൂരൽമല റോഡിലൂടെയാണ് സംസ്ഥാനപാത 59 ഇവിടേക്ക് പോകേണ്ടതൊക്കെ ഈ പ്രദേശത്തൂടെയാണ്. ഇവിടെയാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 മാസമായി നടന്നു വരികയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇവിടെ ഗതാഗത സംവിധാനത്തിലടക്കം ചില നിയന്ത്രണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. മഴ ശക്തമായപ്പോൾ സർക്കാർ സംവിധാനം യോഗം ചേരുകയും മന്ത്രി അടക്കം ഈ പ്രദേശത്ത് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എന്നാണ് ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയത്. ഏതായാലും ഇവിടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ചില ലയങ്ങൾ ഇതിന് സമീപത്തായി ഉണ്ട്. ഈ ബ്രിഡ്ജിന് സമീപത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ലയങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. ഈ ലയത്തിലേക്കും മണ്ണ് വീണു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ പ്രദേശത്ത് തന്നെ മീനാക്ഷി ബ്രിഡ്ജിനോട് ചേർന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പും മണ്ണിലടിയിലായ സാഹചര്യമുണ്ട്. അങ്ങനെ ഈ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും ഈ മണ്ണ് ഒലിച്ചു വന്ന്, മണ്ണ് മാത്രമല്ല നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് പാളികൾ ഉണ്ടായിരുന്നു, പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒലിച്ചു വന്ന് ഈ പ്രദേശം ഏതാണ്ട് മൂടപ്പെട്ടു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറെ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലമായാൽ വളരെ തോതിൽ ജലം ഉയരുന്ന ഒരു പ്രദേശമാണ് ഇത്. വയനാട്ടിൻ്റെ പല മേഖലകളിലേക്കും ഈ പുഴയുടെ കൈവഴികൾ ഒഴുകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ മീനാക്ഷി ബ്രിഡ്ജ് വളരെ പ്രാധാന്യമുള്ള, വളരെ പ്രാചീനമായ, വളരെ പഴക്കമുള്ള ബ്രിഡ്ജാണ്. ഇവിടെ ചില അറ്റകുറ്റപ്പണികളും മറ്റും സമീപകാലത്ത് നടന്നിരുന്നു. ഇത് മാത്രമല്ല ഇവിടുത്തെ റോഡിന്റെ വൈഡനിങ് അടക്കമുള്ള പ്രവർത്തികൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും മറ്റും ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കിനിയിപ്പോൾ ഇതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ NDRF സംഘം ഇവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ മണ്ണ് മാറ്റി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വയനാട്ടിലേക്കുള്ള ഒരു പ്രധാന പാതയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ് ബ്ലോക്കായിരിക്കുന്നത്. പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ദുരന്തം, അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് മോചിതമാകാത്ത ഒരു ജില്ല കൂടിയാണ് വയനാട്. അവിടെയാണ് വീണ്ടും ഇത്തരം ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.